കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ സ്ത്രീയും യുവാവും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടു. 45-കാരിയായ ഷെർലിയെ കഴുത്തറത്ത് മരിച്ച നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. യുവാവ് കോട്ടയത്തുകാരനാണെന്ന് സംശയമുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് തത്സമയം ചേരുന്നു. ടോബി, നമ്മൾ രാവിലെ തന്നെ ഇത്തരം ദുരന്ത വാർത്തകൾ പറയുന്നതിലൊക്കെ പ്രേക്ഷകർക്ക് അസ്വാസ്ഥ്യമുണ്ട്. പക്ഷേ വാർത്തകളായതുകൊണ്ട് നമ്മളിത് കൊടുക്കുകയാണ്. പറയൂ ടോബി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായിട്ടും എസ് കെ എൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി. ഈ വാർത്ത നമുക്ക് എത്തിക്കേണ്ടതുണ്ട് ജനങ്ങളിലേക്ക്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് പങ്കുവെക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം പുറത്തു വരുന്നത്. അർദ്ധരാത്രിയോടുകൂടി ഈ യുവതിയെ ഫോണിൽ വിളിച്ചിട്ട് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത ബന്ധത്തിലുള്ള ചില ആളുകൾ അന്വേഷിച്ച് ഈ കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. അവിടെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു 7 മാസമായി ഇവിടെ വന്ന് യുവാവുമൊത്ത് താമസിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ അന്വേഷണത്തിനൊടുവിലാണ് മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തുന്നത്. ഇവർ വന്നപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പോലീസിനെ വിവരമറിയിച്ചു. പോലീസും അവിടെ എത്തി നോക്കുമ്പോഴാണ് പിന്നിലത്തെ വാതിൽ തുറന്നു കിടക്കുന്നതായി കാണുന്നത്. അതിലൂടെ അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഈ കിടപ്പുമുറിയിൽ ഈ യുവതി ഷെർലി എന്ന് പറയുന്ന ഇവർ കഴുത്ത് മുറിച്ച നിലയിലാണെന്നാണ് കണ്ടവർ പറയുന്നത്. അതിന് അങ്ങനെ കിടക്കുന്നത് മരണപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. അതോടൊപ്പം തന്നെ തൊട്ട് സമീപത്തായിട്ട് ഈ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. അത് സ്റ്റെയർ കേസിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും കാഞ്ഞിരപ്പള്ളി പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇവർ ഈ ഷെർലി എന്ന് പറയുന്ന ഈ യുവതിയും ചങ്ങനാശ്ശേരിക്കാരിയാണെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ യുവാവും കോട്ടയംകാരനാണെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇവരെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തതാണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. എന്തായാലും അക്കാര്യത്തിലേക്കൊക്കെ വിശദമായിട്ട് അന്വേഷണത്തിലേക്ക് കടക്കണം. ഫോറൻസിക് സംഘം അടക്കം രാവിലെ തന്നെ അവിടെ എത്തി വിശദമായിട്ടുള്ള പരിശോധനകളിലേക്ക് കടക്കും. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും വ്യക്തത നൽകാൻ സാധിക്കൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു ദുരൂഹ മരണം തന്നെയാണെന്നാണ് പോലീസ് പ്രാഥമികമായി കണക്ക് കൂട്ടുന്നത്. അസ്വാഭാവിക മരണത്തിനുള്ള കേസും എടുത്തിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കാഞ്ഞിരപ്പള്ളി പോലീസ് കടന്നിട്ടുണ്ട്. എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.